അതിനെതിരെ തിരിഞ്ഞത് എന്തിനു വേണ്ടി? ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അത് അറിഞ്ഞേ മതിയാവും. അദ്ദേഹത്തിന്റെ പടയോട്ടം നിങ്ങളെ ഹാലിളക്കിയോ മിസ്റ്റർ കാന്തപുരം? അതോ അനുയായികൾ വിട്ടുപോകാൻ തുടങ്ങിയപ്പോഴുള്ള ആദിയോ? നിങ്ങൾ വളർത്താൻ ശ്രമിക്കുന്ന ദീനിന് നിരക്കാത്ത കമ്മ്യൂണിസത്തിന്റെ വേരറുക്കാൻ അദ്ദേഹം ശ്രമിച്ചതോ? തലത്തിൽ ഇസ്ലാമും കമ്മ്യൂണിസവും കൈകോർക്കുകയാണ് എന്ന് ചുവപ്പ് കുപ്പായത്തിന്റെ മുകളിൽ വെളുത്ത മേലയങ്കി അണിഞ്ഞ കുറഞ്ഞ പണ്ഡിതന്മാർ ഇന്ന് വിളിച്ചു പോവാൻ തുടങ്ങിയിരിക്കുന്നു. അവരെ പിടിച്ചു കെട്ടേണ്ടത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നിയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. അവരെ പിടിച്ചു കെട്ടുകയില്ലെന്നൊന്നും അവർ വിചാരിക്കേണ്ട. അവരെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. നമ്മുടെ അണ്ണാക്കിന്റെ മുകളിൽ നാവ് എന്നൊരു സാധനം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അവരെ നമ്മൾ ആ ചുവപ്പ് കുപ്പായത്തിന്റെ മുകളിൽ വെള്ള മേലങ്കി അണിഞ്ഞവരെ നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരെ നമ്മൾ പിടിച്ചു കെട്ടിയിരിക്കും. തീർച്ചയായും അവരെ നമ്മൾ കെട്ടിയിരിക്കും. അതിനൊന്നും ആരും ഒന്നും വിചാരിക്കണ്ട. അത് നടന്നേ. അതുമല്ലെങ്കിൽ പണ്ഡിത വേഷമണിഞ്ഞ് മതത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന നിങ്ങളെപ്പോലുള്ള കപടന്മാരെ ചോദ്യം ചെയ്തതാണോ? കാരന്തൂരികളെ, തക്ബീറുകൾ അടക്കി ഇനിയെങ്കിലും ചിന്തിച്ചുകൂടെ? മിസ്റ്റർ കാന്തപുരം, കാസിമി ഉസ്താദിന്റെ ക്ലാസുകളിൽ നിങ്ങളെയോ നിങ്ങളുടെ ഗ്രൂപ്പിനെയോ മാത്രമല്ല വിമർശിക്കാറുള്ളത്. ദീനിനെതിരായി എന്തു കണ്ടാലും എവിടെ കണ്ടാലും അദ്ദേഹം ക്ലാസുകളിലൂടെ അത് വിമർശിച്ചിട്ടുണ്ട്. പഠിതാക്കളായ 10,000-കണക്കിന് ശ്രോതാക്കൾ അതിന് സാക്ഷിയാണ്. ബിദ്അത്തിനെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾക്കെങ്ങനെ ആദിയാകും? നിങ്ങൾ ഹക്കിന്റെ മാർഗത്തിലാണെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് ഹാലിളകുമായിരുന്നില്ല. പകരം മാന്യമായി മറുപടി നൽകിയേനെ. ഇന്നും ഖാസിമി ഉസ്താദിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളോ അനുയായികളോ മറുപടി നൽകിയിട്ടില്ല. മറന്നുപോയതാണെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്ത ഒരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഇതിന് മറ്റെന്തെങ്കിലും പറഞ്ഞോ, ക്ലിപ്പുകൾ കൊണ്ട് തരികിട കളിച്ചോ ജനങ്ങളെ വിഡ്ഢിയാക്കാമെന്ന് വ്യാമോഹിക്കേണ്ട മിസ്റ്റർ കാന്തപുരം. ഉണ്ടെങ്കിൽ പലിശക്കെതിരെ താങ്കൾ ക്യാമ്പയിൻ നടത്തുമോ? അതെ, നിങ്ങൾ അള്ളാഹു ഹറാമാക്കിയ പലിശയുടെ പ്രചാരകനാണ്. പലിശയും വട്ടിപ്പലിശയും വാങ്ങാനും കൊടുക്കാനും നിങ്ങളുടെ പത്രത്തിലൂടെ ആഹ്വാനം ചെയ്തവരാണ്. മർക്കസ് കോംപ്ലക്സ് അടക്കം പണയം വെച്ചവരാണ്. ഇങ്ങനെ ആക്കേണ്ട സാധനങ്ങളെ നിങ്ങളുടെ പൊയ്മുഖം ഞങ്ങൾ ജനസമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ പോകുകയാണ്. ശ്രോതാക്കളെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ, സാക്ഷാൽ നടക്കാവ് വിളക്ക്, സിറാജ് ദിനപത്രം. സംശയിക്കേണ്ട ജനങ്ങളെ, നിങ്ങൾ ഒരു പക്ഷേ ഈ വിളക്ക് പത്രം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഉസ്താദുമാരുടെ ഗുരുത്തക്കേടുകൾ വാങ്ങി അലയുന്ന ഇക്കൂട്ടർക്ക് ഫിത്നകളും അസൂയകളും നുണകളും അനുയായികളോട് പങ്കുവെക്കാൻ ഇവർ പുറത്തിറക്കുന്ന പത്രം. മിസ്റ്റർ കാന്തപുരം ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷനാണ് ഇത് പുറത്തിറക്കുന്നത്. ഷെയ്ഖിന്റെ ആത്മീയ നേതൃത്വത്തിൽ ഇറക്കുന്ന ഈ പത്രത്തിലാണ് ചൂതാട്ടത്തിനും ലോട്ടറികൾക്കും ഭാഗ്യക്കുറികൾക്കും പലിശ വാങ്ങാനും അനുമതി നൽകുന്നത്. മിസ്റ്റർ കാന്തപുരം, സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം മാത്രമാണ് ഈ സുന്നി ജിഹ്വയിലൂടെ ഉണ്ടാകുകയെന്ന് താങ്കൾ അറിയിച്ചതാണ്. നിങ്ങളെ വിശ്വസിച്ച് അനുയായികൾ അതിന്റെ വരിക്കാരായി. എന്നിട്ട് നിങ്ങൾ അവരുടെ ആഖിറം നശിപ്പിക്കുകയാണോ മിസ്റ്റർ കാന്തപുരം? പലിശ ഹറാമാണ്. ദീൻ ശക്തമായി നിരോധിച്ചതാണ്. പലിശ കമ്പനിക്ക് പരസ്യം നൽകുന്നതിന്റെ മതവിധി എന്താണ് കാരന്തൂരികളെ? ഇത് തന്നെയാണ് ഖാസിമി ഉസ്താദ് ചോദിച്ചത്. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തൂല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. വാക്കാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തെ നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തഖീങ്ങൾ സാലിഹീങ്ങളാണ്. അല്ല നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഉസ്താദിന്റെ ശബ്ദം നിങ്ങളുടെ ഉറക്കം കെടുത്തിയല്ലേ മിസ്റ്റർ കാന്തപുരം?
മർക്കസ് പണയ വിഷയത്തിൽ ഉരുണ്ട് കളിക്കാതെ ഹസൻ സഖാഫിയുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാതിരുന്നത് എന്തേ? അത് ഞങ്ങൾ ആവർത്തിക്കുന്നു. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോയത്തിൽ നെളിഞ്ഞിരുന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയോ മക്കളെ? നോക്കിക്കോ, എന്താ പറയുന്നത്? ഹെഡിങ് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല, മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു. എന്നിട്ട് ഇയാള് പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാള് എഴുതിയ, ഇയാള് പറഞ്ഞ വാക്കുകള് ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ. അതിന് ഒരു മാറ്റവുമില്ല. പലിശയ്ക്ക് വേണ്ടി ഞങ്ങളാരും വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണ്. ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? അപ്പൊ ലോൺ എടുത്തിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ലെറ്റർ പാഡ്. ഈ ലെറ്റർ പാഡിൽ എന്താ കാണുന്നത്? ഞാൻ വായിക്കാം. മർക്കസു സഖാഫത്തി സുന്നിയ, PO കാരന്തൂർ 673571 കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഈ ലെറ്റർ പാഡിൽ ദ ചീഫ് മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, കോഴിക്കോട് സാർ, പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോൺ എടുക്കാൻ പോണ ആരെ പേരിലാണ് നോക്കണം? ലോകത്ത് ഇക്കണ്ട മുഫസ്സിരീങ്ങളൊക്കെ ഉണ്ടായ തഫ്സീറുൽ കബീർ, ഏറ്റവും വലിയ തഫ്സീർ ഇമാം റാസിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത്. ട്രസ്റ്റിന് കീഴിലുള്ള മെഡിക്കൽ